അപ്പോൾ നമസ്കാരം, നമ്മൾ എന്നുള്ളത് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലാണ് കേട്ടോ. അപ്പോൾ സൂ ജനുവരിയിൽ തുറക്കുന്നുകൊണ്ടും ഇതുവരെ തുറക്കാത്തതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പുത്തൂർ പഞ്ചായത്തിലും അതുപോലെ സമീപ പ്രദേശങ്ങളിലോട്ട്. അപ്പോൾ റോഡ് പണിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണമാണ് ഇപ്പോൾ സൂ തുറക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഉടനടി സൂ തുറക്കുന്ന വിവരം നമ്മൾ വീഡിയോയിലായിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കാണിക്കാം. എന്താണ് റോഡ് പണിയും കാര്യങ്ങളും, പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അങ്ങനെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള റോഡിൻ്റെ പണി അത് ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. രണ്ട് സൈഡും കാനയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ടാറിങ്ങും മാത്രമാണ് ബാക്കിയുള്ളത്. പോസ്റ്റും കാര്യങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂ തുറക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് വലിയ വാഹനങ്ങൾ പാസ് ചെയ്ത് പോകേണ്ട ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ പുത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം. അപ്പോൾ ഈ ഒരു പുത്തൂരിൻ്റെ വികസനം എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു സ്വപ്നം തന്നെയായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ പുത്തൂർ സെൻറ്ററിനോടനുബന്ധിച്ച് തൊട്ടടുത്തുള്ള നമ്മുടെ പുത്തൂർ പാലത്തിൻ്റെ രണ്ടാമത്തെ പാലത്തിൻ്റെ പണി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. ഏകദേശം എന്നല്ല, ഫുള്ളായിട്ട് പണി കഴിഞ്ഞു. ഇനി റോഡിൻ്റെ പ്രവർത്തനം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ പാലം തുറക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ KSEBക്കാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം രണ്ട് സൈഡും അവർ പോസ്റ്റുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പുത്തൂർ സെൻറ്ററാണ്. ഈ സെൻറ്ററിൽ രണ്ട് സൈഡും ഇതാ കാനയൊക്കെ ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട്. ഇത് പൂർത്തിയാവാതെ നമ്മൾ സൂ തുറന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ട്രാഫിക് കുരുക്കിനും അല്ലെങ്കിൽ മൊത്തത്തിലൊരു പ്രശ്നത്തിലേക്ക് പോകും. അതൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി പരമാവധി ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ജനങ്ങളൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോഴും ഒരുപാട് പേര് സൂ തുറന്നു എന്നുള്ള ധാരണയിൽ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അത് തുറന്നിട്ടില്ല. ഇപ്പോഴും ബുക്കിംഗ് അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പുത്തൂരിനോടനുബന്ധിച്ചുള്ള റോഡുകളുണ്ടല്ലോ, അതായത് പീച്ചി ഡാമിലേക്ക് കണക്ഷനുള്ള റോഡ്, അതൊരു റോഡാണ്. ഇത് നമ്മുടെ വലക്കാവ് നടത്തറ ആ ഒരു വഴിക്കുള്ള റോഡാണ്. പീച്ചി ഡാമിലേക്കൊക്കെ ഇതിലേ പോകാം. ഈ റോഡും പണി ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തിനുള്ളിൽ തന്നെ പണി കഴിയുമെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. ശരിക്കും സുവോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടന സമയത്ത് നമ്മൾ ഈ വഴിയെക്കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ, പാലക്കാട് നിന്നുള്ള വാഹനങ്ങൾ ഇതിലെ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. കാരണം മാപ്പ് ഇതുവഴിയാണ് കാണിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും ഒരുപാട് വാഹനങ്ങൾ കണ്ണാറ പീച്ചി വഴി നേരെ ഇങ്ങോട്ട് കടന്നത്, വലക്കാവ് വഴി. അപ്പോൾ എന്തായാലും ഈ ഒരു വഴിയുടെ വികസനം ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വഴിയെല്ലാം കാണാം. സൂ എന്ന് ഓപ്പൺ ആവും അന്നേരം നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.